ക്രൈസ്തവ ജീവിതത്തെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നിർവചിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം ആത്മാവിലുള്ള ജീവിതം എന്നാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് പൗലോസിൻ്റെ അഭിപ്രായത്തിൽ ക്രൈസ്തവ ജീവിതം. ഈ ആത്മാവിനെ വിട്ടിട്ട് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. യേശുക്രിസ്തു കർത്താവാകുന്നുവെന്ന് ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവില്ലാതെ ആർക്കുമാവില്ല എന്ന് വീണ്ടും പൗലോസ് കൊറിന്ത്യരോട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളിന്ന് തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ, ആരാധനയായി സമയം ചെലവഴിക്കുമ്പോൾ, അതിൻ്റെ അവസാനം നമുക്ക് കിട്ടേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ദൈവം ചോദിക്കുന്നവർക്ക് ദാനങ്ങളല്ല, ദാതാവിനെ തന്നെ നൽകും. ചോദിക്കുന്നവർക്ക് ദാനങ്ങളല്ല, ദാതാവായ തന്നെ തന്നെ നൽകും. പരിശുദ്ധാത്മാവിന് നൽകുമെന്നുള്ള വാഗ്ദാനം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പം കേൾക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നവനാണ് യേശുക്രിസ്തുവിൻ്റെ അനുയായി എന്നുള്ളത് പഴുതുടച്ച് പറഞ്ഞു വയ്ക്കുകയാണ് തിരുവചനം നമ്മോട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് സഹായം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഈ ആരാധനാ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ചോദിക്കുന്നിടത്തോളം പരിശുദ്ധാത്മാവിന് നൽകും. അതുകൊണ്ട് ഈ ആരാധനാ സമയം മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാനുള്ള പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാം. കർത്താവായ യേശു തൻ്റെ ഉത്ഥാനശേഷം ഈ പരിശുദ്ധാത്മാവിനെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തത് എന്ന് നമ്മൾ കാണുന്നു. പാപങ്ങൾ മോചിക്കാനും ശുശ്രൂഷ ചെയ്യുവാനും കുരിശെടുക്കാനും സഹിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ തൻ്റെ ശിഷ്യർ പരിശുദ്ധാത്മാവിന് നിറഞ്ഞവരായാൽ അവർ ശക്തിപ്പെട്ട് നിൽക്കും എന്ന് ഗുരുവിനറിയാം. അതുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവിനെ നൽകി. അപ്പസ്തോലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നമുക്ക് കണ്ണുകളൊക്കെ അടച്ചൊരു നിമിഷം ശാന്തമായിട്ടിരിക്കാം. നമ്മളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി നിർവീര്യമായി പോവരുത്. പൗലോസ് ഗലാത്യയോട് പറയുന്ന കാര്യമതാ. അത് ശക്തിപ്പെട്ട് വരാൻ എവിടെയെങ്കിലും പരിശുദ്ധാത്മകൃപ കുറഞ്ഞു പോയാൽ, നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ പുതിയ വീര്യം, പുതിയ ശക്തി നിറയാൻ. ലൂക്കായുടെ സുവിശേഷം 1:26 നമ്മൾ കാണുന്ന പോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ ശക്തി പ്രാപിക്കും. അസാധ്യമെന്ന് തോന്നിയിരുന്നത് പലരും സാധ്യമായി തീരും. നമുക്കതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിൽ ശാന്തമായിട്ടിരിക്കാം. ഈ ശാന്തതയുടെ നടുവിൽ നമ്മൾ ചില സ്വരങ്ങൾ കേൾക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ ആമന്ത്രണമാണ്. ഹൃദയത്തിൽ വലിയ ശാന്തതയോടെ ഇരുന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, സ്തുതിക്കാം. എന്തിനു വേണ്ടി നമ്മൾ ഈ തമ്പുരാൻ്റെ തിരുമുമ്പിലിരിക്കുന്നുവോ ആ നല്ല ആഗ്രഹങ്ങളെ നമ്മുടെ ഒരു അഭ്യർത്ഥനയായി, അപേക്ഷയായി, നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. അതിലുപരിയായി തകർന്ന കുടുംബങ്ങളെ, തകർച്ച അനുഭവിക്കുന്ന വ്യക്തികളെയൊക്കെ സമർപ്പിച്ച് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പരിശുദ്ധാത്മാവിൻ സന്നിധാനം
പരിശുദ്ധാത്മാവിനെ നമുക്ക് സമൃദ്ധമായി നൽകുന്ന കർത്താവിൻ്റെ തിരുസാന്നിധ്യം, വിശുദ്ധ കുർബാനയുടെ ഒരു ശക്തി വിശേഷം അതാണ്. ഈശോ വിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയിൽ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ ചുറ്റുമിരിക്കുന്നവരെയെല്ലാം പരിശുദ്ധാത്മാവോട് നിറയ്ക്കും. ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ബലപ്പെടുത്തുക, നമ്മുടെ ബലഹീനതകളെ നികത്തുക, ശക്തിക്കുറവുകളെ ഇല്ലാതാക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ ദാഹത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു ദൃഷ്ടാന്തം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വരണ്ട ഭൂമി ജലത്തിനെന്നവണ്ണം വരണ്ട ഭൂമിയുടെ പ്രതീകം നമ്മൾ കാണും. ദാഹിച്ചു വരഞ്ഞ മാൻപേടയുടെ ചിത്രം നമ്മൾ കാണും. ഇതുപോലെയാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം എന്ന് പറയുന്നത്. ഡു യു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗാഡ്? ഒരു ചോദ്യമാണ്. ഡു യു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗാഡ്? ദൈവത്തിന് വേണ്ടി നിങ്ങൾ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുണ്ടോ? ദൈവമല്ലാത്ത മറ്റു പലതിനും വേണ്ടിയുള്ള ദാഹം, ഉദാഹരണം നമുക്ക് പറയാം മദ്യപാനം, അതുപോലുള്ള കാര്യങ്ങൾ. മറിച്ച് ദൈവത്തിന് വേണ്ടി ദാഹിക്കാനും വിശക്കാനും കഴിയുന്നുവോ? അങ്ങനെയുള്ളവരുടെ വിശപ്പിൻ്റെ ദാഹത്തിൻ്റെ എല്ലാം ഉത്തരമാണ് കർത്താവായ യേശു. എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നില്ല, ഞാൻ നിങ്ങളെ തൃപ്തരാക്കാമെന്നാണ് കർത്താവ് പറയുക. എന്നിട്ട് അവൻ തൻ്റെ ശരീരവും രക്തവും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഉത്തരമായ തൻ്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയായി എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നമുക്കവൻ നൽകുന്നു. കർത്താവിനെ കൊണ്ടാണ് നമ്മൾ തൃപ്തരാവുക. കർത്താവിനെ കൊണ്ടാണ് നമ്മൾ ദാഹവും വിശപ്പും തീർക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവൻ വിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയായിരിക്കുക. ഈ ഈശോയെ എന്തുമാത്രം ദാഹത്തോടെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഈ സമയം, ഈ ആരാധനാ സമയം നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ട്, കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ദൈവത്തിനു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, ഒരുക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ചു പാടാം. ദൈവമല്ലാത്തതും പരിശുദ്ധാത്മാവല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനാണെന്നും കാണാൻ സാധിക്കും. ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതമല്ല, ദൈവരഹിതമായ ജീവിതമാണ് കൂടുതൽ സംതൃപ്തി താൽക്കാലികമാണെങ്കിലും നമുക്ക് നൽകുക. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് വീണ്ടും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പാടാം. ദൈവത്തെ കൊണ്ട് നിറഞ്ഞവരാകുക. ദൈവം നിറയുമ്പോൾ ഭൗതികമായ ജഡികമായ എല്ലാ ദാഹങ്ങളും മാറിപ്പോകും.
ദൈവമില്ലാത്തിടത്താണ്, പരിശുദ്ധാത്മാവില്ലിടത്താണ് ജഡം ശക്തിപ്പെടുക. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാം എന്ന് ഗലാത്യ ലേഖനം 5:17 മുതലുള്ള വചനങ്ങളിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് വ്യഭിചാരം, അശുദ്ധി, വിഗ്രഹാരാധന തുടങ്ങിയ 9 പാപങ്ങളാണ്. നമ്മളിൽ പാപത്തിൻ്റെ ശക്തികളൊക്കെ വിട്ടുപോകാൻ, ശക്തികളുടെ ഭരണത്തിൽ നമ്മൾ വിടുതൽ നേടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ചു പാടാം. പാപശക്തികളും ദുശീലങ്ങളും ദുഷ്ടഴക്കങ്ങളുമൊക്കെ വിട്ടുപോയാൽ മാത്രം പോരാ. നമ്മുടെ ഈ മനുഷ്യപ്രകൃതി പരിശുദ്ധാത്മ കൃപാവരങ്ങളാൽ നിറഞ്ഞതാകണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, ആത്മാർത്ഥത തുടങ്ങിയ 9 നന്മകളും ഫലങ്ങളും വരങ്ങളുമെല്ലാം നിറയാൻ തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങളും നീട്ടിപ്പിടിച്ച് നമുക്ക് ഈ സമയം കർത്താവിൻ്റെ ആത്മാവ് നിറവിനായി വീണ്ടും പ്രാർത്ഥിച്ചു പാടാം. കരങ്ങൾ ഉയർത്തി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ നമ്മുടെ നിറവിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കാം. തിന്മകളുടെ ബന്ധനങ്ങളെല്ലാം വിട്ടുപോകാൻ പരിശുദ്ധാത്മ കൃപാവരങ്ങളും നന്മകളും വരങ്ങളുമെല്ലാം സമൃദ്ധമായി നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് തിരുനാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന, സ്തോത്രം, കർത്താവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങേ ഈ സമയം സ്തുതിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. ദൈവസ്തുതിയുടെ മധ്യേ പരിശുദ്ധാത്മാവെ നിറയണമേ. ഞങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും അറിവിലും ഓർമ്മയിലും വികാര വിചാരങ്ങളിലും ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും പരിശുദ്ധാത്മാവെ നിറയണമേ. ഞങ്ങളെ നിറഞ്ഞ് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ പരിശുദ്ധാത്മാ കൃപാവരങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം, കർത്താവേ സ്തുതി. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക? എന്ത് ചെയ്താലാണ് പരിശുദ്ധാത്മാവ് നിറയുക? റോമാലേഖനം 12:1 നിങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി കർത്താവിന് അർപ്പിക്കുവിൻ, അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറയുക. ദൈവത്തിനാര് തന്നെയും തൻ്റെ കാര്യങ്ങളെയെല്ലാം സമർപ്പിക്കുന്നുവോ അവിടെ ദൈവം അവനെ ദാനങ്ങളല്ല ദാതാവിനെ കൊണ്ട് തന്നെ നിറയ്ക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി കർത്താവിന് സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവിന് സമർപ്പിക്കണം, അതൊരു സജീവ ബലിയായിട്ട്. ഈ അർപ്പണം എവിടെ നടക്കുന്നുവോ അവിടെ പരിശുദ്ധാത്മാവ് നിറയും. സമർപ്പിക്കുന്നിടത്തോളം പരിശുദ്ധാത്മാവ് നിറയും. മുഴുവൻ സമർപ്പിച്ചാൽ മുഴുവൻ, പകുതിയായാൽ പകുതി. അല്ല, നമുക്ക് പകുതി വേണ്ട, നമുക്ക് മുഴുവനും വേണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് മുഴുവനായിട്ട് ലഭിക്കേണ്ടതുണ്ട്. മർക്കോസിന് സുവിശേഷം 12-ാമത്തെ അധ്യായം
42-ാം വചനത്തിൽ ദേവാലയത്തിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്ന ഒരു വിധവയുടെയും മറ്റൊരു വ്യക്തിയുടെയൊക്കെ കഥ പറയുന്നുണ്ട്. ധാരാളം പേര് വന്ന് അവർ തങ്ങൾക്കുണ്ടായിരുന്നതിൽ നിന്ന് വലിയ തുകകളൊക്കെ നിക്ഷേപിച്ചപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട്, വിധവ വന്നിട്ട് തനിക്കുണ്ടായിരുന്ന 2 തുട്ടുകൾ അവിടെ സമർപ്പിച്ചു. യേശു പറഞ്ഞു, സമർപ്പണത്തെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ആ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സമർപ്പിച്ചവളെന്ന്. എന്തുമാത്രം സമർപ്പിച്ചു എന്നല്ല, ഏത് മനോഭാവത്തോടെ സമർപ്പിച്ചു എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. മുഴുവനായും പിടിച്ചു വയ്ക്കാതെ കൊടുത്തുവോ, അവിടെ തമ്പുരാൻ തിരികെ തരുന്നത് കൊടുത്തെടുത്തോളമല്ല, അധികമായി നമുക്ക് നൽകുമെന്ന് നമുക്കറിയാം. മുഴുവൻ സമർപ്പിച്ചാൽ മുഴുവൻ, പകുതി സമർപ്പിച്ചാൽ പകുതി എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സമർപ്പണം നമ്മളെ തന്നെ ആകട്ടെ. ആബേലും കായേനും നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച കഥ നമ്മൾ 4-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ട്. ദൈവം ആബേലിൻ്റെ സമർപ്പണത്തിൽ സന്തുഷ്ടനായി, മറിച്ച് കായേലിൻ്റെ സമർപ്പണത്തിൽ സന്തുഷ്ടനായില്ല എന്നൊക്കെ പറയുന്നിടത്ത് ഒരു ചെറിയ കാര്യം നമ്മുടെ പരിഗണനയ്ക്ക് നമ്മൾ കൊണ്ടുവരണം. ദൈവം പ്രസാദിച്ച വസ്തുവിലല്ല, ആബേലിലാണ്. അവൻ ഏത് മനോഭാവത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം തന്നെ സമർപ്പിച്ചു. ദൈവം ആബേലിൽ സംതൃപ്തനായി എന്നാ പറയുക, സംപ്രീതനായി എന്നാ പറയുക. അതേസമയം കായേൻ്റെ വ്യക്തിത്വത്തിൽ സംപ്രീതനായില്ല. അതാ പറയുന്നത്, നമ്മൾ സമർപ്പിക്കുന്ന നേർച്ച കാഴ്ചയുടെ വലിപ്പമോ അതൊന്നുമല്ല തമ്പുരാന് വേണ്ടത് നമ്മുടെ വസ്തുക്കളല്ല, നമ്മുടെ വ്യക്തിത്വത്തെയാണ് എന്ന് നമ്മൾ ഓർക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി ബോധപൂർവം കർത്താവിന് അർപ്പിക്കുക. നമുക്ക് ഓർക്കാം, ഒരുപാട് സമർപ്പണങ്ങൾ നടത്തിയിട്ടുള്ളവരല്ലേ നമ്മൾ. മാമോദീസായിലൂടെ നമ്മളൊരു വലിയ സമർപ്പണത്തിന് വിധേയരായി കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിച്ചു. അതുപോലെ എല്ലാ കൂദാശകളും സമർപ്പണത്തിൻ്റെ കൂദാശകളാണ്. കുറച്ച് പ്രായമായപ്പോൾ നമ്മുടെ തെറ്റുകളെയെല്ലാം കർത്താവിൻ്റെ പാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു. കുമ്പസാരം എന്ന് പറയുന്നത് വെറും ഏറ്റുപറച്ചിൽ മാത്രമല്ല, നമ്മുടെ പാപങ്ങളെപ്പോലും കർത്താവിന് സമർപ്പിക്കുന്നതാണ്. അപ്പോഴാണ് അവ വിമോചിപ്പിക്കപ്പെടുക എന്ന് നമുക്കറിയാം. കർത്താവിന് സമർപ്പിക്കാത്ത പാപങ്ങൾ ഒരിക്കലും വിമോചിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പാപങ്ങളെ സമർപ്പിച്ചു. ജീവിതത്തെ വിവാഹം എന്ന കൂദാശയിലൂടെ അല്ലെങ്കിൽ സന്യാസ പൗരോഹിത്യ വ്യക്തിത്വങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുക. ഈ സമർപ്പണത്തിലാണ് ദൈവം സംപ്രീതനാകുക എന്ന് നമ്മൾ അറിയുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ സമർപ്പണം എന്ന് പറയുന്നത് വേണ്ടത്ര പൂർണ്ണതയോടെ കൊണ്ടു നടക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതൊരു കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഇവിടെ നമ്മൾ തമ്പുരാൻ്റെ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായം നമ്മൾ ഓർക്കുന്നു. അവിടെ 2 പേര്, ദമ്പതിമാർ 2 പേര് ദൈവത്തിന് തങ്ങളുടെ വസ്തുക്കളെല്ലാം സമർപ്പിക്കുന്ന അനനിയായുടെയും സഫീറായുടെയും കഥ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തു പറ്റി അവർക്ക്? അവർ പറഞ്ഞു, പരസ്പരം ആലോചിച്ചിട്ട് അവർ പറഞ്ഞു, എന്തിനാ മുഴുവൻ കൊടുക്കുക? ഈ സഭയ്ക്ക് നമ്മളുണ്ടാക്കിയതല്ലേ. വളരെ മാനുഷികമായി ചിന്തിച്ചപ്പോൾ പകുതി എടുത്ത് മാറ്റിവെക്കാം എന്ന് ഭാര്യ പ്രപ്പോസ് ചെയ്തത് ഭർത്താവ് അംഗീകരിച്ചു. അങ്ങനെ പകുതി പണവുമായി പോവുകയാണ് ഈ മനുഷ്യൻ പത്രോസിന് മുമ്പിലേക്ക്. പത്രോസിന് പരിശുദ്ധാത്മാവിന് ദർശനപരമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവന് നിറഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചു, ഹനനിയായ നീ ഇതൊക്കെ വിറ്റത് ഈ പൈസയ്ക്കാണോ അതോ? മുക്കിമൂളിയൊക്കെ ചോദിച്ച ചോദ്യത്തിന്, പത്രോസ് അപ്പോസ്തലൻ ചോദ്യത്തിന് ഒരു വലിയ കള്ളം പറഞ്ഞ് വഞ്ചന കാട്ടി ഇതൊക്കെ തന്നെയാണ് നടന്നത്, എങ്ങനെയൊക്കെ തന്നെയാണ് വിറ്റത് എന്നൊക്കെ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ നീ വഞ്ചിക്കുന്നുവോ? വിൽക്കുന്നതിന് മുമ്പ് നിൻ്റെ അല്ലായിരുന്നു, വിറ്റതിന് ശേഷവും നിൻ്റെതല്ലായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ തീരുമാനിച്ചത് എന്നൊരൊറ്റ ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ അയാൾ നെഞ്ചുപിടഞ്ഞ് പത്രോസിൻ്റെ കാൽക്കൽ മരിച്ചു വീണു എന്ന ദുരന്തകഥ ആദിമസഭയുടെ ആദ്യ അധ്യായങ്ങളിൽ കുറിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. തമ്പുരാന് സമർപ്പിക്കുമ്പോൾ മുഴുവനും സമർപ്പിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള സുവിശേഷ കഥകൾ. പ്രിയ സഹോദരങ്ങളെ,
ഓരോ കുടുംബജീവിതവും ഇങ്ങനെയൊക്കെയുള്ള സമർപ്പണമല്ലേ? കുടുംബത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ടി എന്നെയും എനിക്കുള്ളത് മുഴുവൻ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന വാഗ്ദാനം ഇന്നു മുതൽ മരണം വരെ, സുഖമായാലും ദുഃഖമായാലും, സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരോഗ്യം നശിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ സമ്പൂർണ്ണമായി സമർപ്പിതയാകാം എന്നുള്ള വാഗ്ദാനത്തിന് സീൽ വയ്ക്കുന്നതല്ലേ നമ്മുടെ വിവാഹമെന്ന കൂദാശ. ഈ കാര്യത്തിൽ നമ്മൾ എന്തുമാത്രം വിശ്വസ്തത പുലർത്തുന്നു എന്നൊക്കെ ഈ ആരാധനാ സമയത്ത് നമുക്ക് ആലോചിച്ച് നോക്കാം. വേണ്ടിയിട്ടാണ് കർത്താവ് വിശുദ്ധ കുർബാനയായത്. ഇതാ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം, ഇതാ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും നമുക്കൊക്കെ വേണ്ടി അവൻ മാറ്റിവെച്ചത്, സമർപ്പിച്ചത്, വിട്ടുതന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? അത് അവൻ്റെ തീരുമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കർത്താവിന് തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മളെടുത്ത സമർപ്പണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ വ്രതങ്ങളെടുത്തവരാണ്, ഒത്തിരി വ്രതങ്ങളുണ്ട് നമുക്ക്. അതെല്ലാം നമ്മൾ എങ്ങനെ പാലിക്കുന്നു, എങ്ങനെ നമ്മുടെ അർപ്പണത്തെ നമ്മൾ ഏറ്റവും പരിപൂർണമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നു എന്നതിനെ നമുക്ക് ഓർമ്മിക്കാം. കുറവുകളുണ്ടാവാം. അപ്പസ്തോല പ്രവർത്തനം 6-ാമത്തെ അധ്യായത്തിൽ ഇതാ പറഞ്ഞു വയ്ക്കുക, അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട് പരിശുദ്ധാത്മാവിനെ എതിർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന്. അപ്പോഴും നമ്മളിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഈ സമർപ്പണത്തെ അതിൻ്റെ പരിപൂർത്തിയിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണെന്ന് നമ്മൾ ഓർക്കുന്നു. നമുക്കതുകൊണ്ട് വീണ്ടും ഈ ചിന്തകളെ സമാഹരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സമർപ്പണത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു വച്ചിരിക്കുന്ന മുൻ സംഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,